ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിബദ്ധാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീമദ് ഭഗവത്ഗീത ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 21-ാമത്തെ അധ്യായത്തിൽ ഗുണദോഷത്വങ്ങളുടെ രഹസ്യത്തെ പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത് 22-ാമത്തെ അധ്യായത്തില് തത്വസംഖ്യ നിർണയമാണ്. തത്വസംഖ്യാ നിർണയം എന്ന് പറയുന്നത്, ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ തത്വങ്ങൾ എത്രയാണ്? 28 ആണ് എന്ന് അങ്ങ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞു. 26 വേറെ ചിലരും പറഞ്ഞു. 25 ചിലർ പറയുന്നു. ഇനി 7 15 4 11 17 ഒക്കെ പറയുന്നവരുമുണ്ട്. 16 13 ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇതിലേതാ ശരി? ഭഗവാൻ മറുപടി പറഞ്ഞു, ഉദ്ധവരെ, ഒരേ തലത്തിൽ ഗണിക്കുന്നവർക്കും അവരവരുടേതായ യുക്തികളുണ്ട്. വസ്തു അദ്വൈതമായതുകൊണ്ട് മറ്റ് തത്വഭേദങ്ങളെല്ലാം മായാമണ്ഡലത്തിലെ ഘടനകൾ മാത്രമാണ്. ഇല്ലാത്തതെന്തും ഉണ്ടാക്കി കാണിക്കാൻ കഴിവുള്ള മായയ്ക്ക് ആരെ എങ്ങനെ ഭ്രമിപ്പിക്കാനും ഒരു പ്രയാസവുമില്ല. ഞാൻ പറഞ്ഞതും അതങ്ങനെയേ ആകാവൂ എന്ന് ഉറപ്പിക്കേണ്ടതൊന്നുമില്ല. എന്റെ ശക്തികൾ അതിരില്ലാത്തവയാണ്. അവ കൂടിക്കലരുമ്പോൾ സംശയങ്ങൾ സംഭവിക്കും. ശമദമങ്ങൾ ഉറച്ചാൽ വാദങ്ങൾ അവസാനിക്കും. ഉപേക്ഷങ്ങളായതുകൊണ്ട് തത്വങ്ങളുടെ പൂർവ പരസ്ഥിതികളൊക്കെ അവയെ ഗണിക്കുന്നയാളുടെ ഇഷ്ടത്തെ മാത്രമാണ് അനുസരിക്കുന്നത്. ഒന്നിൽ തന്നെ മറ്റെല്ലാം അടങ്ങിയിരിക്കുന്നതായും കാണാൻ കഴിയും. മുൻപുള്ളതോ പിൻപുള്ളതോ ആയ ഒന്നിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. മുൻപിൽ ഭേദമെല്ലാം അവരവരുടെ ഇഷ്ടം പോലെ. അതുകൊണ്ട് ഓരോരുത്തരും പറയുന്നത് ശരി എന്ന് തന്നെ നമുക്ക് കരുതാം. അനാദിയായിരിക്കുന്ന അവിദ്യയാണ് ഈശ്വരനിൽ ഭേദഭ്രമങ്ങൾ ഉളവാക്കുന്നത്. സ്വതേ ഈശ്വരനൊരു ഭേദവുമില്ല. അവിദ്യ മൂലം മറ്റൊന്നുണ്ടെന്ന് തോന്നാൻ ഇടയായാൽ ഈശ്വര ജീവഭേദം വന്നു ചേരും. അതോടെ തത്വസംഖ്യ 25 26 അഭിപ്രായ ഭേദവും വന്നു ചേരാം. വാസ്തവത്തിൽ ഈശ്വരനും ജീവനും അണു പോലും വ്യത്യാസം ഭേദമില്ല. രണ്ടും രണ്ടെന്ന് കരുതുന്നത് നിരർത്ഥകമാണ്. ജീവൻ മാറി ഇന്ന് ഈശ്വരനെ അറിയുന്നതായിട്ട് പറയുന്ന ജ്ഞാനം പ്രകൃതിയുടെ സത്വഗുണം ഉളവാക്കുന്ന ഒരു ഭ്രമം മാത്രമാണ്. ജീവനും ഈശ്വരനും ബോധരൂപമാരാകയാൽ ഭേദത്തിന് പ്രസക്തിയുമില്ല. സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഗുണങ്ങളൊക്കെ പ്രകൃതിക്കാണ്, ആത്മാവിന് ഒരു ഗുണവുമില്ല. പ്രകൃതിയിലെ സത്വരജ തമോ ഗുണങ്ങളാണ് സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് കാരണവും. സത്വം ജ്ഞാനവും, രജസ് കർമ്മവും, തമസ് അജ്ഞാനവുമാണ്. ഗുണങ്ങൾ കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്നതാണ് കാലം. കാലം സ്വയം പ്രകടമാകുന്നതാണ് മഹത്വത്വം അഥവാ വിശ്വരൂപനായിരിക്കുന്ന പ്രാണൻ. ആധുനിക ശാസ്ത്രത്തിൽ കോസ്മെറ്റിക് എനർജി എന്നും പറയാം. അപ്പോൾ പുരുഷൻ, പ്രകൃതി, മഹത്വത്വം, അഹങ്കാരം, ശബ്ദസ്പർശ രൂപഗന്ധങ്ങൾ, പഞ്ച തന്മാത്രകൾ എന്നിവ ചേർന്ന് ആദ്യം 9 തത്വങ്ങൾ, ഇനിയും ശ്രോത്രം, സ്വക്ക്, ചക്ഷുസ്, ഘ്രാണം, ജിഹ്വ എന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങള്, വാക്പാണി, ഉപസ്ഥം, വായു, പാദം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങള്,
ഇവയുടെ സമ്മിശ്ര രൂപമായിരിക്കുന്ന മനസ്സ് എന്നിങ്ങനെ 11 തത്വങ്ങൾ. അപ്പോൾ ആകെ 20. ഇനിയും ആകാശം, വായു, തേജസ്, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ഇവയോടൊപ്പം പ്രകൃതി ഗുണങ്ങളായിരിക്കുന്ന സത്വരജ തമസ്സുകളാകുന്ന 3 കൂടിച്ചേർന്നാൽ തത്വങ്ങൾ 28 ഇവയാണ് ഞാൻ പറഞ്ഞ 28 തത്വങ്ങൾ. സൃഷ്ടിയുടെ ആരംഭത്തിൽ, അപ്പം ഭഗവാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി, ബാക്കി ഇങ്ങനെ എന്ത് കാര്യത്തിന് പറഞ്ഞാലും വ്യത്യസ്തമായ അഭിപ്രായം പറയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ മാത്രം ഈ തർക്ക വിഷയത്തിൽ എൻ്റെ തീരുമാനം എന്താണെന്ന് കേട്ടുകൊള്ളുക എന്നൊക്കെ ഭഗവാൻ തന്നെ മോക്ഷസന്യാസയോഗത്തിൽ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലരും പറയുന്ന അഭിപ്രായമൊക്കെ ഉദ്ധവർ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വഭാവം യുക്തിക്ക് അനുസരിച്ച് ഏത് മാർഗം വേണമെങ്കിലും ശരിയാണെന്ന് സംഭവിച്ചോളൂ. ഇവിടെ ഭഗവാൻ പറയുന്ന 28 തത്വങ്ങളാണ്. അത് കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നത് ഇവയോടൊപ്പം തന്നെ പ്രകൃതി ഗുണങ്ങളായിരിക്കുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ ശ്രേഷ്ഠതയും അത് കൂടിച്ചേർത്താൽ തത്വങ്ങൾ 28 അതും കൂടെ ചേർത്തിട്ടാണ് 28, ഇല്ലെങ്കിൽ 25. ഗുണങ്ങഭേദത്തെയും കൂടെ ചേർക്കുമ്പോഴാണ് 28 സൃഷ്ടിയുടെ അവിടെ ഒന്നായിട്ട് കണക്കാക്കും ചിലപ്പോൾ. സൃഷ്ടിയുടെ ആരംഭത്തിൽ കാര്യങ്ങളായിരിക്കുന്ന 16 തത്വങ്ങളെയും കാരണങ്ങളായിരിക്കുന്ന 7 തത്വങ്ങളെയും, കാര്യങ്ങളായ 16 തത്വങ്ങൾ 16 കലകള്, കാരണങ്ങളായിരിക്കുന്ന 7 തത്വങ്ങള്, പ്രകൃതി സത്വരജ തമോ ഗുണങ്ങള്, ഇതെല്ലാം വേർതിരിച്ച് പ്രകടമാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 മഹാഭൂതങ്ങളും മനസ്സും ചേർന്ന 16 കാര്യരൂപങ്ങൾ, മഹത്തത്വവും അഹങ്കാരവും 5 തന്മാത്രകളും ചേർന്നതാണ് 7 കാരണരൂപങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി ഇങ്ങനെ സൃഷ്ടിക്കുന്നത്. പുരുഷൻ സാക്ഷി രൂപത്തിൽ നോക്കി നിൽക്കുന്നു എന്ന് മാത്രം. ഇവ ഒരുമിച്ച് ചേർന്ന് ബ്രഹ്മാണ്ടം രൂപത്തിൽ നോക്കി നിൽക്കുന്നു. ഒരുമിച്ച് ചേർന്ന് ബ്രഹ്മാണ്ട രൂപം കൊള്ളുന്നു. ബോധരൂപനായിരിക്കുന്ന ആത്മാവിൽ ദൃഷ്ടാവായ ജീവനും ജഡരൂപമായിരിക്കുന്ന ദൃശ്യവും ഉണ്ടെന്ന് തോന്നാൻ ഇടവരികയും ചെയ്യും. അങ്ങനെ ആത്മാവ്, ജീവൻ, പഞ്ചഭൂതങ്ങള് എന്ന 7 28 തത്വങ്ങൾ മനസ്സിൽ, മറ്റെല്ലാം ഈ 7 അന്തർഭവിക്കുന്നു എന്ന് കരുതാം. ഈ എണ്ണത്തിൽ നിന്ന് മോഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ എന്നിവയെല്ലാം വേർതിരിച്ചറിയണം. ജീവൻ പരമാത്മാവിൽ അന്തർഭവിക്കുന്നു എന്ന് കരുതിയാൽ 7 6 ചുരുങ്ങും. എല്ലാം വേർതിരിച്ച് ആത്മാവ് അവയിലൊക്കെ കടന്നു നിൽക്കുന്നതാണ് ജീവൻ എന്ന് പറയും. ഇവയിൽ പലതും അന്യോന്യം അന്തർഭവിക്കുന്നതായിട്ടും വേർതിരിക്കുന്നതായിട്ടും ഒക്കെ കരുതിയാൽ തത്വസംഖ്യ 17 16 13 11 8 9 4 ഒക്കെ കരുതാവുന്നതേ ഉള്ളൂ. പണ്ഡിതന്മാർക്ക് യുക്തിയിലൂടെ എന്തൊക്കെ ഞാൻ ഇങ്ങനെ സമർത്ഥിച്ചുകൂടെ? വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ എന്നതാണ് പരമസത്യം. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാൻ ശുദ്ധ ബോധസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ ഭിന്നരൂപം കൈക്കൊണ്ടു എന്ന് തോന്നുന്നവയാണല്ലോ പ്രകൃതിയും ജീവനും അഥവാ ജഡവും ജീവനും. എന്നാൽ ഇവ രണ്ടും അന്യോന്യ ആശ്രയവും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒരുമിക്കാതെ ഒരു കാഴ്ചയും സാധ്യമല്ല തന്നെ. ജീവനില്ലാതെ പ്രകൃതിയില്ല, പ്രകൃതിയില്ലാതെ ജീവനുമില്ല. അതുകൊണ്ട് ക്ഷേത്രം ഇല്ലാതെ ക്ഷേത്രജ്ഞനും മായാമോഹിനി. അപ്പോൾ ഈ മായാമോഹത്തിന്റെ രഹസ്യം മായാമയനായിരിക്കുന്ന അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണ് പറയാൻ പറ്റുക? അതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കി തന്നാലും.
ഈ മായ എങ്ങനെ ബാധിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, പ്രകൃതിയും പുരുഷനും രണ്ടും രണ്ട് തന്നെ. ഗുണദോഷം ഗുണക്ഷോഭം നിമിത്തം വികാരപ്പെടുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇനി ഭാവഭേദങ്ങൾ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നിങ്ങനെയാണ് ഭേദപ്പെട്ട 3 ഭേദങ്ങൾ എന്ന് പറയുന്നത്. ജീവാത്മാ ഭേദങ്ങളാണ് ആധ്യാത്മിക ഭേദങ്ങൾ. ജഡഭേദങ്ങളാണ് ആദിഭൗതിക ഭേദങ്ങൾ എന്ന് പറയുന്നത്. സൂര്യദേവാദി ഭേദങ്ങളാണ് അപ്പം ഈ ഗുണഭേദങ്ങളാണ് ജഡഭേദങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ആദിഭൗതിക ആദിഭേദങ്ങളായിട്ട് പ്രകടമാകുന്നു. ആത്മാവിൽ വന്നു ചേർന്നവയാണ് ഈ ഭേദങ്ങൾ. ആത്മാവാകട്ടെ യഥാർത്ഥ മേൽപ്പറഞ്ഞ 3 ഭേദങ്ങൾക്കും അതീതമായിട്ട് വർത്തിക്കുന്നതാണ്. ഓരോ ഇന്ദ്രിയങ്ങളിലും മേൽപ്പറഞ്ഞ 3 ഭേദങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും അറിയുന്നവയാണ്. കണ്ണ് ആധ്യാത്മം, രൂപം അതിഭൂതം, ആദിത്യൻ അതിദൈവം. ത്യാഗാദി ഇന്ദ്രിയങ്ങളും ഈ വേർതിരിവത്തെ ചിന്തിച്ച് അറിയേണ്ടതാണ്. ത്വക്ക്, സ്പർശം, വായു എന്നിവയാണ് ത്വക്കിന്ദ്രിയങ്ങൾ. ചെവി, സ്പർശം, ദിക്, നാക്ക്, രസം, വർണ്ണൻ, മൂക്ക്, ഗന്ധം. അഹങ്കാരം, അതായത് ക്രമം മാറ്റി മറ്റിന്ദ്രിയ ഭേദങ്ങള്, അന്ധകരണ ഭേദങ്ങള്, ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നിവയ്ക്കും ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവിക ഭേദങ്ങൾ കണ്ടെത്താവുന്നതാണ്. ചിത്തം ചിന്ത്യം വസുദേവൻ, മനസ്സ് അന്തവ്യം, ചന്ദ്രൻ, ബുദ്ധി ബോധവ്യം, ബ്രഹ്മാവ്, അഹങ്കാരം അഹങ്കാരകൃത്യം, രുദ്രൻ എന്നിവയാണ് യഥാർത്ഥ ക്രമം. അവയുടെ ഭേദങ്ങൾ ഗുണദോഷ നിമിത്തം പ്രകൃതിയിൽ നിന്ന് ആദ്യം രൂപം കൊള്ളുന്നതാണ് മഹത്വത്വം അഥവാ പ്രാണൻ. അതാണ് പിന്നെ 3ആയി പിരിയുന്നത്. ഈ ഭേദങ്ങളെല്ലാം തന്നെ മോഹ വികല്പങ്ങളാണ്. അഹങ്കാരം ഉപശമിച്ചാൽ പിന്നെ അനുഭവസ്വരൂപമായിരിക്കുന്ന ആത്മാവ് ഒന്ന് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാവും. ഉണ്ട് ഇല്ല എന്ന് തുടങ്ങിയ ഭേദ അനുഭവങ്ങളെല്ലാം തന്നെ ഈ വികല്പാർത്ഥങ്ങളെ ആശ്രയിക്കുന്നവയാണ്. സത്യബുദ്ധിയിൽ നിന്ന് അകലുന്നവർക്ക് ഇത്തരം വ്യർത്ഥകൽപ്പനകൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഉദ്ധവർ വീണ്ടും ചോദിച്ചു, ഭഗവാൻ, സത്യബുദ്ധിയിൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉയർന്നതും താണതുമായ നിരവധി ദേഹങ്ങൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ഇടയാകുന്നു. ഇല്ലാത്ത വികല്പങ്ങളിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ഭേദം തന്നെയാണ് മനുഷ്യ, പക്ഷി, മൃഗാദി ജന്മഭേദങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. നദിയിൽ പ്രതിബിംബിക്കുന്ന വൃക്ഷവും മറ്റു ജലം ചലിക്കുമ്പോൾ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്നു.
തല ചുറ്റുമ്പോൾ ഭൂമി കറങ്ങുന്നത് പോലെ തോന്നുന്നു. അതേപോലെ ബുദ്ധി ഭ്രമമാകുമ്പോൾ ആത്മാവിന് സംസാരം വന്നു ചേരുന്നതായിട്ട് തോന്നും. ബുദ്ധി ഏകാഗ്രപ്പെട്ട് ആത്മോന്മുഖമാകുന്നതോടെ സംസാര ഭ്രമം തീർന്ന് സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കാറാകും. ബുദ്ധി നാനാത്വ ചിന്തയിൽപ്പെട്ട് ഭ്രമിക്കുന്നിടത്തോളം പുറമെ പദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ പോലും സംസാരം തുടരാനിടവരും. മനോരഥത്തിലും സ്വപ്നത്തിലും സംസാരം തുടരുന്നത് പോലെ ആണ് ഈ മായയിൽപ്പെട്ടിട്ട് നമ്മൾ ഭ്രമിക്കാൻ ഇടവരുന്നത്. ഈ സംസാരഭ്രമം തീർന്ന് സർവം ബ്രഹ്മമായി അനുഭവിക്കാറാകുന്ന ആ ഒരു മാർഗത്തിലേക്ക് ആത്മോന്മുഖം ആകണം. അപ്പൊ സംസാര ഭ്രമം നമുക്ക് കുറേശ്ശെ ശോഷിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഉത്തരഗീതയിൽ ചർച്ച ചെയ്താണ് പഞ്ചവിധ ക്ലേശങ്ങളെ പറ്റി. ഇതില് പഞ്ചവിധ ക്ലേശങ്ങളിലെ ഏറ്റവും വലിയ ക്ലേശം എന്ന് പറയുന്നത് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടുണ്ടാകുന്ന, അതായത് അവിദ്യയാണ് ആദ്യത്തെ ദോഷം തന്നെ. അതിൽ നിന്നാണ് മറ്റ് 4 ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിദ്യയെ മറികടക്കാൻ എന്ത് വേണം? ആത്മജ്ഞാനം നേടണം. ആത്മജ്ഞാനം നേടിയ ഒരാൾക്ക് ഈ പഞ്ചക്ലേശങ്ങളിൽ ബാക്കി 4 ക്ലേശങ്ങളും കുറേശ്ശെ ശോഷിക്കാൻ തുടങ്ങും. അത് എത്ര പ്രബലമായിക്കോട്ടെ, നിങ്ങളുടെ പൂർവജന്മ വാസന കൊണ്ട് അനുഭവിക്കുന്നതായാലും നിങ്ങൾ ആത്മജ്ഞാനം അവിദ്യയെ മറികടന്നോ, പിന്നെ ഈ പൂർവജന്മാർജിതമായ ദോഷങ്ങൾ പോലും ശോഷിപ്പിൽ വരും. പിന്നെ ഒരിക്കലും അത് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങളൊരു സാധനാബലത്തായിരിക്കും, ഇല്ലെങ്കിൽ 3 മാർഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഭഗവാൻ യോഗത്രയ മാർഗം പറഞ്ഞു. ഒന്നുകിൽ ജ്ഞാനയോഗം, ഇല്ലേ കർമ്മയോഗം, ഇല്ലേ ഭക്തിയോഗം. ഈ 3 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗമായിരിക്കും നമ്മളിൽ ഏത് സ്വഭാവത്തിലുള്ളവർക്കും സൂട്ട് ചെയ്യാം. ഒരാൾക്ക് സൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് സൂട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഒന്നുകിൽ ജ്ഞാനയോഗം, ഇല്ലേ കർമ്മയോഗം, ഇല്ലേ ഭക്തിയോഗം. ഈ മാർഗത്തിൽ ഏത് സ്വീകരിച്ചാലും വേണ്ടില്ല, അവിടെ അവിദ്യ ഇല്ലാതാവും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ക്ലിക്കാവും, ആത്മജ്ഞാനം ലഭിക്കും. ആ ആത്മാവ് ആയിക്കഴിഞ്ഞാൽ അവിദ്യ മറയും. അവിദ്യ ഇല്ലാതെ ആയാൽ, അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നമൊക്കെ. ഈ ക്ഷേത്രദർശനവും തീർത്ഥാടനവും സത്സംഗവും ഈ പറയുന്ന ശാസ്ത്ര പഠനവും ഈ കേൾവിയും ഈ ശ്രവണങ്ങളും ഒക്കെ എന്തിനാ? നമ്മുടെ ബുദ്ധി ഒന്ന് ആത്മോന്മുഖമായി തീരണം. അപ്പോൾ ആത്മജ്ഞാനം ലഭിക്കും. ഈ കവചമൊക്കെ ഭേദിച്ച്, അവിദ്യയുടെ കവചം ഭേദിച്ച് ആത്മജ്ഞാനം ലഭിച്ചാൽ പിന്നെ 4 ക്ലേശങ്ങളും പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ ശോഷിക്കുന്ന തലത്തിലേക്ക് പോകുള്ളൂ. അതിനൊരിക്കലും ഉയർത്തെഴുന്നേക്കാൻ സാധിക്കില്ല. പക്ഷെ അത് ഏത് തലത്തിലാണോ നമുക്കത് ക്ലിക്കായത്, ആ സാധനാബലം പെടാതെ ചെയ്യണം. എപ്പോൾ വേണേലും നിഴല് പോലെ നമ്മുടെ കൂടെ നടക്കുന്ന മായ. അപ്പൊ നമ്മൾ നിർത്തിയോ, അപ്പൊ ചിലപ്പോൾ കയറി പിടിക്കും. അപ്പൊ ചിലപ്പോൾ പഴയ മറിഞ്ഞു കിടക്കുന്ന ആ വിച്ഛിന്നമായിരിക്കുന്ന ക്ലേശങ്ങളൊക്കെ ചിലപ്പം പുറത്തു വരും. മറിഞ്ഞിരിക്കുന്നതൊക്കെ പുറത്തു വരുന്നു പറഞ്ഞല്ലോ, ക്ലേശങ്ങളുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളരെയധികം ഈ ഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, പഞ്ചവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഒരൊറ്റ ക്ലേശം ആദ്യം ഇല്ലാതാക്കുക, അവിദ്യ ഇല്ലാതാക്കുക. അതായത് അജ്ഞതയെ ജയിക്കുക, ജ്ഞാനം നേടുക. നഹി ജ്ഞാനേന സദൃശം പവിത്രമഹ വിദ്യതേ തത്സ്വയം യോഗസത്യത്തെയും കാലേനാത്മനി വിന്തതി എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. അപ്പം ബുദ്ധി നാനാത്ത ചിന്തയിൽപ്പെട്ട് ഭ്രമിക്കാൻ വരുന്നിടത്തോളം കാലം പുറമേ പദാർത്ഥങ്ങളിൽ പോലും സംസാരം തുടരാൻ ഇടവരും. മനോരഥത്തിനും സ്വപ്നത്തിലും സംസാരം തുടരുന്ന പോലെ തന്നെ ആയിരിക്കും എന്ന് വരെ നിങ്ങൾ ഈ അവിദ്യാദി ദോഷങ്ങളെ മറികടക്കാനുള്ള പ്രയത്നം യോഗത്രയങ്ങളിൽ ഏതൊരു മാർഗമെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ, പ്രസ്ഥാനത്രയത്തിന്റെ ഏതെങ്കിലും ഒരു ത്രയം, ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക. അപ്പോൾ അതിനൊക്കെ എളുപ്പമാർഗം ഞാൻ പറയുന്നത് സഹസ്രനാമം ജപിക്കുക, ഗീത പഠിക്കുക. നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തും, യാതൊരു സംശയമില്ല. മറ്റുള്ളതൊക്കെ വിട്ടുകൊള്ളുക. സ്വയം സിദ്ധി നേടാനുള്ള, ജ്ഞാനമാകുന്ന സിദ്ധി നേടാനുള്ള എളുപ്പ വഴി നമ്മുടെ മനഃശുദ്ധി ഉണ്ടാകാൻ. അതായത് ഒരു വാമപ്പിനാണ്. ഗീത പഠിക്കുന്നതിന് മുമ്പ് വിഷ്ണു സഹസ്രനാമം ചെയ്ത് നമ്മൾ യോഗ ചെയ്യുമ്പം, ഇല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പന്ത് കളിക്കുകയോ ഇല്ലെങ്കിൽ
വ്യായാമ മുറയൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, പട്ടാളത്തിലടക്കം പരേഡ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ആകണമെന്ന് പറയും. അപ്പോൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് ശിഥിലമാകുന്ന എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ പേശികളൊക്കെ സ്ഥിരമാക്കി ഒന്ന് വാമപ്പ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ബാക്കി ക്ലേശങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. അപ്പോൾ വാമപ്പാകും. അത് ജപിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബുദ്ധി ഉണരും. പിന്നെ ഗീത പഠിക്കുക, ഒരധ്യായങ്ങൾ. ഇത് ദിവസവും ചെയ്താൽ അവിദ്യാദി ദോഷങ്ങൾ ഇല്ലാതെ വരും. ബാക്കി ക്ലേശങ്ങളൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഇത് വഴിപാട് കഴിക്കുന്ന പോലെ ചെയ്യരുത്. അവിടെയാണ് പ്രശ്നം. ആ ദിവസവും ജപിക്കണം എന്ന് വെച്ചിട്ട് യാന്ത്രികമായിട്ട് ജപിച്ചാൽ യഥാർത്ഥ ഫലത്തിലേക്ക് എത്തില്ല. നമ്മൾ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ആ ദിവസം ഭയങ്കര ഭക്തിയാന്നൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്യുമ്പോൾ മനസ്സെവിടെയാ, ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്താലും അതൊക്കെ നിഷ്പ്രയോജനമാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തസ്മാൽ ഉദ്ധവ, ഈ തസ്മാൽ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഉദ്ധവ, അല്ലേ ഉദ്ധവ, വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന ഭ്രമങ്ങൾ മാത്രമായതുകൊണ്ട് ജഡവിഷയങ്ങളെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാതിരിക്കൂ. ആത്മാവിനെ അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈ തോന്നുന്ന സങ്കല്പ ഭ്രമങ്ങളിൽ വിഷയങ്ങൾ ആണ് കാരണം എന്ന് കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ആത്മവിഷയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ വിഷയങ്ങള് ശോഷിപ്പിൽ വരും. ഈ ബാഹ്യമായ വിഷയങ്ങളാണ് നമ്മളെ ആത്മജ്ഞാന മാർഗത്തിൽ നിന്ന് പോലും വ്യതിചലിപ്പിക്കുന്നത്. ജ്ഞാനമാർഗത്തിൽ പോയാലും വേണ്ടില്ല, യോഗമാർഗത്തിൽ പോയാലും വേണ്ടില്ല, അഥവാ കർമ്മയോഗത്തിൽ അനുഷ്ഠിച്ചാലും വേണ്ടില്ല, ഭക്തി മാർഗത്തിൽ പോയാലും വേണ്ടില്ല. ഇതിനൊക്കെ ഈ 3 യോഗങ്ങളിൽ നിങ്ങൾ ആർജിക്കാൻ ശ്രമിച്ചാലും ആ യോഗ വീതിയിൽ പ്രവേശിച്ചാൽ ഈ പഞ്ചക്ലേശങ്ങള് ഈ 3 യോഗപാത്രത്തിലും കാവൽ നിൽക്കുന്നുണ്ടാവും. ഒരു കാരണവശാലും ആരെ അങ്ങോട്ട് കടത്തിവിടാതിരിക്കാൻ പറ്റും. അത് ജ്ഞാനമാർഗത്തിൽ പോയാലും പഞ്ചവിധ ക്ലേശങ്ങൾ ബാധിക്കും. യോഗമാർഗത്തിൽ പോയാലും കർമ്മയോഗ മാർഗത്തിൽ പോയാലും അവിടെയും ഈ പഞ്ചക്ലേശങ്ങളാണ് കാവൽക്കാർ, സെക്യൂരിറ്റിക്കാരായിട്ട് നിൽക്കുക. ഇവിടെ അതെ. പിന്നെ ഈ ഭക്തിമാർഗത്തിൽ പോയാലും പഞ്ചവിധ ക്ലേശങ്ങളായിരിക്കും അതിനും തടസ്സമാണ്. ഇതിനെ മറികടക്കണം. അത് സാധിച്ചാൽ ആത്മബോധം, ഈ ഭ്രമം അവസാനിക്കും. സങ്കല്പ ഭ്രമങ്ങളൊക്കെ ഇല്ലാതെ വരും. ഈ പറയുന്ന അതിനൊക്കെ ഈ 3നും കോമൺ ആയിട്ട് വരുന്നതോ പഞ്ചക്ലേശങ്ങളിൽ ആദ്യത്തെ നയിക്കുന്നവൻ, അതായത് ഈ പഞ്ചക്ലേശങ്ങളുടെ കമാൻഡറായിട്ട് നിൽക്കുന്നത് അവിദ്യാദി ദോഷങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിദ്യയെ മറികടക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ പലവിധ പഞ്ചക്ലേശങ്ങളെ ജയിച്ച് യഥാർത്ഥ പാതയിൽ പ്രവേശിക്കാൻ സാധിക്കും. അത് ഗുരുവായൂരപ്പൻ എനിക്കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭോസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.